അടുത്തതായി ഞാൻ പറയുന്ന കഥ സൈറൻ എന്ന ഒരു സങ്കല്പത്തിൻ്റെ കഥാപാത്രത്തെക്കുറിച്ചാണ്. എബ്രായ ജനം, ഇസ്രായേൽ ജനം, യഹൂദർ ബാബിലോൺ അടിമത്തത്തിലേക്ക് നയിക്കപ്പെട്ടപ്പോൾ BC 5-ാം നൂറ്റാണ്ടിൻ്റെ ഭാഗത്താണ് ബാബിലോൺ അടിമത്തം ഉണ്ടാകുന്നത്. അതോടുകൂടി അവർക്ക് ഒരു രാജ്യം ഇല്ലാതെയായി. പല നാടുകളിലേക്ക് അവർ ചിതറിക്കപ്പെട്ടു. അങ്ങനെ കുറെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ യഹൂദർക്ക് ഹീബ്രു ഭാഷ, അവരുടെ ഭാഷ അവർക്ക് അറിയാൻ പാടില്ലാണ്ടായി. അവർ ഏത് നാട്ടിൽ ജീവിച്ചോ ആ ഭാഷ പഠിച്ചു. അതവർ പറഞ്ഞു. അത് പറഞ്ഞു പരിചയമായപ്പോൾ ഹീബ്രു ഭാഷ അവർക്ക് അറിവില്ലാണ്ടായി. അങ്ങനെ വന്നപ്പോൾ അവർക്ക് അവരുടെ ഹീബ്രു ബൈബിൾ, അവരുടെ വേദം വായിക്കാൻ പറ്റാതെയായി. ഈ സാഹചര്യത്തിലാണ് വളരെ ചരിത്രപ്രധാനമായ ഒരു തീരുമാനം യഹൂദ സമൂഹം സ്വീകരിച്ചത്. അത് ഹീബ്രു ഭാഷയിലുള്ള ബൈബിൾ, പഴയ നിയമം, ഗ്രീക്ക് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യുകയാണ്. ആ തർജ്ജമയ്ക്ക് വേണ്ടി ടോളമിയുടെ കാലത്ത് അവർ 72 പേരെ തിരഞ്ഞെടുത്തു. 72 പേര് എന്ന് പറയുന്നത് 12 ഗോത്രങ്ങളിൽ വെച്ച് ഓരോ ഗോത്രത്തിൽ നിന്നും 6 പേരെ വെച്ച് 72 പേരാണ്. 72 പണ്ഡിതന്മാരെ വെച്ചിട്ട് ഈ ഹീബ്രു ബൈബിൾ ഗ്രീക്കിലേക്ക് തർജ്ജമ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ 2-3 നൂറ്റാണ്ടിൽ ആരംഭിച്ച തർജ്ജമ അവസാനിക്കുന്നത് 6-ാം നൂറ്റാണ്ടിലൊക്കെ ആകുമ്പോഴാണ്. അങ്ങനെയാണ് ഹീബ്രു ബൈബിളിന് ഒരു ഗ്രീക്ക് ബൈബിളിന്റെ തർജ്ജമയുണ്ടായത്. ആ ഗ്രീക്ക് ബൈബിൾ വായിച്ചാൽ അതാണ് സെപ്ത്വജിന്ത് ബൈബിൾ എന്ന് പറയുന്നത്. അത് ഗ്രീക്ക് 72 പേര് തർജ്ജമ ചെയ്തുകൊണ്ടാണ് ആ പേരുണ്ടാകുന്നത്. ആ ബൈബിൾ വായിച്ചാൽ ഓൾഡ് ടെസ്റ്റമെന്റ് ആണത്, പഴയ നിയമമാണ്. അതിൽ 6 സ്ഥലത്ത് ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ആ വാക്കാണ് ഞാൻ ആദ്യം പറഞ്ഞത്, സൈറൻ.